റഷ്യ ഉക്രൈന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ഒന്നുകിൽ ബലപ്രയോഗത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നയതന്ത്രത്തിലൂടെ ആയിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീർത്തു പറഞ്ഞു. മാത്രമല്ല, റഷ്യ ഇടയ്ക്ക് ഒരു തകർച്ചയെ നേരിട്ട സമയത്ത് അന്ന് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്ന ജോ ബൈഡനാണ്. അപ്പോൾ റഷ്യൻ തകർച്ചയെ മുതലെടുക്കാനായിട്ട് ചില യൂറോപ്യൻ ലിറ്റിൽ പിഗ്സ് എന്ന് പറയുന്ന ചെറിയ പന്നികൾ എന്നാണ് യൂറോപ്പിലെ ഭരണ നേതൃത്വത്തെ പുടിൻ പറഞ്ഞത്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഏതാണ്ട് കോംപ്രമൈസ് ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് വീണ്ടും റഷ്യ പ്രകോപനപരമായ നിലപാടെടുക്കുന്നത്. ശരിക്കും വീണ്ടും സംഘർഷ സാധ്യത ഉണ്ടാക്കില്ലേ? ആണോ? ഇപ്പം റഷ്യയുടെ താല്പര്യം സാധിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നേടിയെടുക്കാതെ വേറെ കോംപ്രമൈസിനും തയ്യാറല്ല. അതിന് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഈ പറച്ചിനകത്ത് കൊച്ചു പന്നികളെന്നാണ് പറഞ്ഞേക്കുന്നത്. യൂറോപ്പിലെ നേതാക്കന്മാരെയാ പറഞ്ഞേക്കുന്നത്, ലീഡേഴ്സിനെ പറഞ്ഞത് കൊച്ചു പന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പറച്ചിലിനകത്ത് പുടിനാ പറഞ്ഞത്. പുടിന്റെ പറച്ചിലിനകത്ത് ഞാൻ അമേരിക്കയും ഈ യൂറോപ്യൻസിനെയും അല്ലെങ്കിൽ ബ്രിട്ടനെയും ഒന്നും ഞാൻ അല്ലെങ്കിൽ വകവെക്കുന്നില്ല. എനിക്ക് യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിൽക്കണോ, ഞാൻ പറയുന്ന രീതി നിർത്താം. അത് അമേരിക്ക കൈയെടുത്തല്ലോ. അമേരിക്ക ഏറ്റവും അവസാനം പറഞ്ഞേ, അവന് കൊടുത്ത് അവന്റെ കാര്യങ്ങൾ തീർത്ത് അവനെ വിട്, അമേരിക്കയുടെ താല്പര്യം കഴിഞ്ഞു, അമേരിക്ക പറഞ്ഞ ആൾ നിൽക്കുന്നു. അപ്പം യുക്രൈനകത്ത് റഷ്യ യുദ്ധം നിർത്തണമെങ്കിൽ എന്തിന് യുദ്ധം തുടങ്ങിയെന്ന് പിന്നെ ചോദിക്കരുതല്ലോ. ഇതിനാ യുദ്ധം തുടങ്ങിയത്. അത് അവർക്ക് താല്പര്യമുള്ള രീതിയിലേ യുദ്ധം തീർക്കത്തുള്ളൂ. നാറ്റോയുടെ ഒന്നും സഹായവും അല്ലെങ്കിൽ നാറ്റോയുടെ സഹായം കൊടുക്കുന്നൊരവസ്ഥ വന്നാലും മേടിക്കുന്നൊരവസ്ഥ വന്നാലും ഇത് കൊടുക്കുന്നവനെ അല്ലെങ്കിൽ മേടിക്കുന്നതിനെ യാതൊരു കാരണവശാലും അറിയാമല്ലോ തീർത്തിരിക്കുന്ന പറഞ്ഞു. ഇപ്പൊ തന്നെ ഫ്രാൻസിന് ഭയവാ. യൂറോപ്യൻ ഇപ്പം നാറ്റോ സെക്രട്ടറി പറഞ്ഞ് ഏത് സമയം യുദ്ധം നടക്കും, ഞാൻ ആക്രമിച്ചിരിക്കും. അപ്പം അതുകൊണ്ടും കൂടെ ഈ യുദ്ധം നിർത്താൻ ഇവന്മാരെ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു അന്തർവാഹിനി ആക്രമിച്ചു, അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച്. അതിന്റെ പുറകിൽ യുക്രൈൻ പറയുന്നത് എന്തോ ഞങ്ങൾ തകർത്തുന്ന, റഷ്യ പറയുന്നത് നാമമാത്രമായിട്ടുള്ളവർ. അപ്പം അതിന്റെ ആയുധങ്ങൾ ആരുടെയാ? യൂറോപ്പിന്റെയാ. യൂറോപ്യൻ ആയുധങ്ങൾ കൊടുത്ത് ഈ റഷ്യക്ക് മാരകമായിട്ടുള്ള ഇതുപോലുള്ള പരിക്കുകൾ ഏൽപ്പിക്കുമ്പോൾ റഷ്യ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവൂ? റഷ്യ തയ്യാറാവും. അപ്പം ഈ ആയുധങ്ങൾ കൊടുക്കുന്നതിനെ റഷ്യ ഉന്നം വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ നാളെ കാലത്തെ ഞാൻ മുമ്പേ പറഞ്ഞത്, ഇവിടെ അങ്ങ് യുദ്ധം നിന്നാൽ യൂറോപ്പിലേക്ക് കണ്ണു വെക്കത്തില്ല. ഈ യുദ്ധം തീർന്നാൽ ഇവർക്ക് ഭയമുണ്ട് അടുത്ത യൂറോപ്പിലേക്കാണോ, പോളണ്ടിലേക്കാണോ ആ യുദ്ധം, ബ്രിട്ടനെ ആക്രമിക്കുമെന്നൊക്കെ. കാരണം നേരത്തെ ബ്രിട്ടനെ ആക്രമിക്കാൻ വേണ്ടി അവരിൽ സമുദ്രം പോലുള്ള കപ്പലുമൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. നമ്മുടെ പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് വലിയ വലുപ്പത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെല്ലാം വേണം. എത്ര പറയുമ്പോഴും അമേരിക്കയായിട്ടുള്ള നല്ല ബന്ധം വേണം. അമേരിക്ക നല്ല ബന്ധത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുഴപ്പം, അവർക്ക് കുഴപ്പം വലിയ രീതിയിൽ പറ്റി. നമ്മളെ പേടിപ്പിച്ചാൽ നമ്മൾ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ താരിഫിന്റെ വിഷയം മറികടന്നു, അല്ലെങ്കിൽ ലോകം അംഗീകരിച്ചു, IMS സർട്ടിഫൈ ചെയ്തു, ഒക്കെ ശരിയാ. പക്ഷെ നാളെ കാലത്തെ ഈ വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തുമായിട്ട് നമുക്ക് പിണങ്ങിപ്പോകുന്നതിനെക്കാട്ടും നല്ലതാണ് ഇണങ്ങിപ്പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ അടുത്ത ഇപ്പം വ്യാപാര കരാർ ഒപ്പിടാൻ പോവാ യൂറോപ്യൻ യൂണിയനുമായിട്ട്. ഫ്രാൻസുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, ആയുധങ്ങൾ മേടിക്കുന്നുണ്ട്, അല്ലെ രാജ്യമായിട്ട് നല്ല ബന്ധമാണ്. ബ്രിട്ടനുമായിട്ട് നമ്മൾ 30 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാക്കി. ജപ്പാനുമായിട്ട് ബന്ധമുണ്ട്, ആസ്ട്രേലിയയായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധത്തിനെല്ലാം പ്രശ്നമാണ് ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് റഷ്യയെ നമുക്ക് കളയാൻ പറ്റുമോ? കാലം മുതൽ ഇന്ത്യക്ക് റഷ്യയായിട്ട് ബന്ധമുണ്ട്. പക്ഷേ റഷ്യയുടെ അടുത്ത് നമ്മൾ പരസ്യമായിട്ട് നിലപാട് സ്വീകരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്കൊരു ഇടപെടൽ വേണം. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ പടക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ റഷ്യയുടെ കൂടെ ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ നമുക്ക് തരുന്ന ആയുധങ്ങളുടെ സപ്ലൈ അങ്ങ് നിർത്തിപ്പോകും. അത് പെട്ടെന്ന് നമുക്ക് വലിയ ബാധ്യത. അപ്പം നമ്മളെപ്പോഴും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്നാൽ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുക തന്ത്രപരമായ നയതന്ത്രം പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ വല്ലാത്ത പ്രഷറില്ല. എന്താ പ്രഷർ എന്ന പ്രതിസന്ധിയില്ല. നമ്മളിപ്പോ നമ്മുടെ സ്വഭാവം അറിയാലോ, നമ്മൾ ആര് നമ്മുടെ കൂടെ കൂട്ടുവരുന്നു നമ്മൾ അതിനായിട്ട് യോജിച്ച് തന്നെ പോകും. നമ്മളോട് ഈ പറഞ്ഞതുപോലെ പ്രശ്നമാണോ, പ്രശ്നം നമുക്ക് ബാക്കിയേക്കാം. പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ല, പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണ്. പണ്ടത്തെ ഈ ചേരിതേര നയവും അതിലെ ആ നയതന്ത്രമൊന്നുമില്ല, വേറെ നയതന്ത്രം തന്നെ. ഇപ്പം അടിക്കാൻ നമ്മൾ തിരിച്ചു അടിയും കൊടുക്കും, നടുവും ചവിട്ടി പിടിക്കും. അതെ, ഒരടി ചെള്ളയൊന്നും മറ്റേ ചെള്ളയൊന്നും കാണിച്ചു കൊടുക്കുന്ന രീതിയൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ പ്രഷറിലാന്ന് പറഞ്ഞാൽ ഇപ്പൊ SU-500 നമുക്ക് തരാമെന്ന് പറഞ്ഞു, SU-400 വീണ്ടും തരാമെന്ന് പറയുന്നു, SU-57 വിമാനം തരാമെന്ന്, ഇതെല്ലാം തരാമെന്ന് പറഞ്ഞു, ഇവിടെ വെച്ച് നിർമ്മിക്കാമെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രഷറിലേക്ക് മല്ലികട വന്നികളെ എന്നെല്ലാം കാച്ചിക്കളയും നാളെ കാലത്ത് യുദ്ധം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം, യൂറോപ്പുമായിട്ടുള്ള നമുക്ക് ബന്ധം വേണം. ഈ ബ്രിട്ടനുമായിട്ട് ബ്രിട്ടൻ പറഞ്ഞേക്കുന്ന 2030 ആകുമ്പോഴത്തേന് ഗ്രേറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടൻ ഈ ആദ്യ രീതിയിലേക്കുള്ളൊരു മിഷൻ തന്നെ അവർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവരുടെ വ്യോമസേനയെ പരിശീലിപ്പിക്കാൻ നമ്മുടെ വ്യോമസേനയെ വിട്ടുകൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വിട്ടുകൊടുക്കണമെന്ന് പറയും. ചൈന ബ്രിട്ടന്റെ വ്യോമസേന റിട്ടയർ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട്, ചൈന പരിശീലിപ്പിക്കും. അവിടാണ് ബ്രിട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഈ ബന്ധം കളയാൻ പറ്റത്തില്ല. വ്യാപാര ബന്ധവും എത്രയോ കാലം കൊണ്ട്
വ്യാപാര കരാറുകൾ ഉണ്ടാക്കാൻ വലിയ ജഗജില്ലിയായിട്ടുള്ള US വിചാരിച്ചിട്ട് നടക്കുന്നില്ല. നമ്മൾ ഒരുപാട്ടെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അമേരിക്ക കൊണ്ടുവന്ന് താരിഫ് ചുമത്തുന്നു. നമ്മൾ നേരെ പോയിട്ട് ബ്രിട്ടനോട് ചെയ്തിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുന്നു. ഇപ്പുറത്ത് പോയിട്ട് അടുത്ത യൂറോപ്യൻ യൂണിയൻ. ഇനി ഗൾഫ് രാജ്യങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് വരിക. മാത്രമല്ല റഷ്യയായിട്ടുള്ള ബന്ധം കളയാൻ പറ്റാത്ത റഷ്യ ഇപ്പൊ നമുക്ക് 5ാം തലമുറ യുദ്ധവിമാനമായ ഈ Su-57E എഞ്ചിൻ നിർമ്മിക്കും. ആ എഞ്ചിന്റെ സാങ്കേതിക ഇസ്ലരിയ 177S എന്ന് പറഞ്ഞിട്ട് ആ സാങ്കേതികത തന്നിട്ട് നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ കൊണ്ടുപോയി നിർമ്മിക്കുക. ഫ്രാൻസ് അവരുടെ സുഖോയ് വിമാനവുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് സഹകരിക്കണം. അപ്പം ഇത്തരം രാജ്യങ്ങളോട് സഹകരിക്കുമ്പോൾ നമുക്ക് റഷ്യയുടെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റില്ല. റഷ്യ നിലപാട് വ്യക്തമായിട്ട് ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലമല്ല ഞങ്ങൾക്ക് വേണം. ഉക്രൈൻ്റെ എവിടെയൊക്കെ കയറി പിടിക്കുക അവിടെല്ലാം ഞങ്ങൾ പിടിക്കും. അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ആരായിട്ട് സഹായിച്ചു. ഇവിടെ ട്രംപിനെ നേരിട്ട് പുടിൻ കുറ്റപ്പെടുത്തിയില്ല. ഈ ജോ ബൈഡന്റെ കാലത്തേക്ക് പറഞ്ഞത്. ജോ ബൈഡൻ പറഞ്ഞ സമയത്താണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ തകർച്ചയ്ക്ക് വേണ്ടി ലിറ്റിൽ പിക്സ് ഒക്കെ കൂടെ ഒന്നിച്ച് ചേർന്ന് നേടാമെന്ന് വിചാരിച്ചു. ഒന്നും നേടാൻ പറ്റില്ല. ഞങ്ങളുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കും. അത് നയതന്ത്ര തലത്തിൽ കീഴടങ്ങുന്നോ അതല്ല ഞങ്ങൾ ആയുധം ഉപയോഗിച്ച് കീഴടക്കണോ എന്നാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു തന്ത്രപരമായിട്ട് റഷ്യയുടെ കൂടെ നിൽക്കും. കാരണം നമുക്ക് ടെക്നോളജി വേണം. ഇപ്പുറത്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വേണം. കാരണം നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ വേണം അമേരിക്കയുടെ താരിഫ് വെല്ലുവിളിയെ നമുക്ക് മറികടക്കാം. ഇപ്പോൾ ഒമാനിൽ 98% ഉൽപ്പന്നങ്ങളും ടാക്സ് ഇല്ലാതെ നമ്മൾ വിൽക്കുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയനോട് സഹകരിച്ചാൽ അമേരിക്ക തീർന്നില്ല. അപ്പം ഇതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട് സിനിജി. നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഈ പറയുന്നത് മൊത്തം നമ്മൾ സാധ്യമാക്കി എടുക്കാൻ പോവാ. അല്ലെങ്കിൽ ഈ പ്രതിരോധ കരാറിൽ നമുക്ക് റഷ്യയായിട്ട് യാതൊരു കാരണവശാലും ഒക്കത്തില്ല. എല്ലാം ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതിനെ എല്ലാം കൂടെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോണ്ടേ. നമുക്ക് മറ്റേത് ഇപ്പം സുനിജി പറഞ്ഞ പോലെ മറ്റേതും കളയാൻ പറ്റത്തില്ല, റഷ്യയായിട്ടുള്ള ബന്ധം കളയാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതിന് ഈ ഇതുപോലെ യുക്രൈൻ റഷ്യ വാറിനകത്ത് നമ്മൾക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ഇത് മൂർച്ഛിച്ചു പോയാൽ നാളെ കാലത്ത് റഷ്യ കയറി യൂറോപ്പിനെ അടിച്ചാൽ ഈ അമേരിക്ക അല്ലെങ്കിൽ ഇവരുടെ ആയുധങ്ങൾ ഇവിടെ നമ്മൾ മേടിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് നമ്മളോട് ദേഷ്യം വരുമല്ലോ. അപ്പൊ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ നയതന്ത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും. അപ്പം ലോകം മൊത്തം നമ്മളിലേക്ക് വരുമ്പോൾ ചുമ്മാതെ വന്നതല്ല, നമ്മൾ ആർജിച്ചെടുത്തതാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആവശ്യമുള്ളതാണ്. അപ്പം പരസ്പര ധാരണയോടുകൂടി നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിലേക്കും നമ്മളുടെ ഡെവലപ്മെന്റ്സിലേക്കും പോകുമ്പോൾ ചൈനയ്ക്ക് ആ പ്രശ്നമില്ല. ചൈന ലോകത്തെ 2ാമത്തെ ശക്തിയാണ്. അമേരിക്കയ്ക്ക് ആ പ്രശ്നമില്ല. അമേരിക്ക അപ്പോൾ ഈ രീതിയിലേക്ക് പോകുമ്പം ആ ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് പോകുന്നത്. അതായത് ഈ റഷ്യ വേറെ വലിയ കാര്യമുണ്ട്. നമ്മൾ മനസ്സിലായി റഷ്യ നിലപാടെടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് നമ്മൾ ക്ലെയിമിലാവുമെന്ന് പറഞ്ഞത്. റഷ്യ നിലപാടെടുക്കാൻ തുടങ്ങി. നേരത്തെ ഇത്രയും ബലത്തിരിക്കുന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ബലം വന്നേ. റഷ്യ കയറി നൂന്നു എന്ന് വെച്ചാൽ ഇന്ത്യ കൂടെ വന്നപ്പോഴത്തേന് RIC കയറി വിലപ്പെട്ടു, ബ്രിക്സ് കയറി വിലപ്പെട്ടു. ഇന്ത്യ താരിഫിന് കയറി ഇടംകൊല്ലുന്ന അമേരിക്ക മുട്ടുമടക്കി. യൂറോപ്യൻ യൂണിയൻ ആ രാജ്യങ്ങള് ഇന്ത്യ വിട്ടൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയും. G7 രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ വിട്ടാൻ പറ്റത്തില്ല നമുക്ക്. അപ്പം ഇന്ത്യ ഇറക്കി നിർത്തിയാൽ കളം പിടിക്കാം. അതുകൊണ്ട് ഇതെല്ലാവർക്കും മനസ്സിലാവുമല്ലോ, നമുക്ക് മാത്രമല്ലല്ലോ. ഇന്ത്യ ഇറക്കി നിർത്തിയാൽ കളം പിടിക്കാം. അപ്പൊ യൂറോപ്യൻ യൂണിയൻ വരിക്കും ഇന്ത്യയുടെ ബലത്തിലാണല്ലോ. അപ്പൊ ഇന്ത്യ നമ്മൾ ഇന്ത്യയായിട്ട് അങ്ങനെ അല്ലല്ലോ, നമുക്ക് അവരുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കൂടെ എന്നിട്ട് ആ പണി കാണിക്കുമ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. മനസ്സിലാവുന്നുണ്ട്. റഷ്യ കയറി മൂക്കുന്നതിന്റെ അല്ലെങ്കിൽ റഷ്യ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തൻ ഞങ്ങൾക്ക് ചൈന വിശ്വാസമൊന്നുമില്ല. എന്നാ പിന്നെ SU-57 അല്ല 400 കൊടുത്തപ്പോ നമുക്ക് സോഴ്സ് കോഡ് വന്ന് ഒന്നും അവർക്ക് കൊടുത്തില്ലല്ലോ. അവർക്ക് S400 കൊടുത്തിട്ടുണ്ട്, പക്ഷെ S500 കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പം ചൈനയ്ക്ക് ഒന്നും അവർക്ക് ലോകത്തൊരു രാജ്യത്തിനും ഇന്ത്യ വിശ്വസിക്കുന്നവരെ വേറെ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യ പറഞ്ഞ അതുപോലെ. ഇപ്പൊ മാത്രമല്ല 2014 ശേഷം പറഞ്ഞതുപോലെ പറയുന്നതിനപ്പുറം ചെയ്യത്തില്ല. വിശ്വസിച്ചൊരു സാധനം കൊടുത്താൽ ഇന്ന സാധനം ഇത് മൊബൈൽ അത് ഇത്ര കൊല്ലം പോവും, ഓക്കെ അത് എത്ര കൊല്ലം പോവും. അല്ല ചൈനയിലോട്ട് കൊടുത്തിട്ട് 5 കൊല്ലം പോകുന്ന 5ാമത്തെ ദിവസം പോകുന്ന സാധനമല്ല, കളിപ്പീരില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കാം. അപ്പൊ ആ ഒരു കാര്യമുണ്ട്. അപ്പം ഇപ്പം ഇതും ഒരു വിഷയമുണ്ട്. അത് യൂറോപ്യൻ യൂണിയൻ വിചാരിക്കും ഇതിനു മുമ്പ് ഇത്രയും മൂപ്പീരൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ ഇന്ത്യ ആയിട്ട് വന്നിട്ടില്ലേ, അപ്പൊ ഇന്ത്യ എന്നാലും അങ്ങനെ നിന്ന് കൊടുക്കാൻ പാടുണ്ടോ? അപ്പൊ ഇന്ത്യ ആ പാടെ വല്ലാത്തവരും നമ്മൾ പറയുന്നില്ലേ ചെകുത്താനും കടലിനും ഇടയിലേക്ക് നിൽക്കുക ഇപ്പം. കാരണം നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുത്, നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ആണ് വലുത്, പ്രതിരോധ മേഖലയാണ് വലുത്. അപ്പൊ ഈ പ്രതിരോധ മേഖല മൊത്തം നമുക്ക് തന്നേക്കുക റഷ്യ. ആ റഷ്യക്ക് വിശ്വസിച്ച് ഇവിടെ ഏൽപ്പിക്കാം. ഒരു സാധനം നിർമ്മിച്ചാൽ സോഴ്സ് കോഡ് കൊടുത്താൽ ഇന്ന സാധനം നിർമ്മിക്കാം, ഇത്ര രൂപ നമുക്ക് ഇത്ര രൂപ ഇങ്ങനെ. വേറെ ആരെയും ഇതുപോലെ ഏൽപ്പിക്കാനൊക്കത്തില്ല, അതിനകത്ത് അഴിച്ചുപണി നടത്തും ചോദിക്കാതെ കയറി. ഏതായാലും വല്ലാത്തൊരു അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലാണ് ഇവനെ എല്ലാം കയറി പന്നിന്ന് വിളിക്കുക, നാളെ അടി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഏതായാലും ഇന്ത്യയുടെ നയതന്ത്രമല്ലേ, മോദിയുടെ നയതന്ത്രമല്ലേ, മോദി അതിന് കൈകാര്യം ചെയ്യാതിരിക്കും. അതെ, ശരി. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.